ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ തിരക്കിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ഒരിടത്ത് പോകണം കിട്ടും. അപ്പോൾ രാവിലെ അപ്പവും കരിഞ്ഞപ്പം അല്ല കേട്ടോ, ഇച്ചിരി മൂത്ത് പോയി എന്നുള്ളൂ, കടല റോസ്റ്റുമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ കാപ്പിക്ക് അപ്പവും കടല റോസ്റ്റും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഒരു വഴിക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരാവുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഞാൻ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ കുമ്പിടിയാണ്. എന്നെ ഇന്ന് ഇവിടെയും കാണും അവിടെയും കാണും. അപ്പം ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ ഒത്തിരി ചക്ക ഇങ്ങനെ മൂത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഒരു ചക്ക വെട്ടി അടത്തി ക്ലീൻ ചെയ്തെല്ലാം കൊണ്ടുപോരുവാണെങ്കിൽ നമുക്ക് വേവിക്കാം, വറക്കാം. അങ്ങനെ എപ്പോഴും കഴിക്കാനൊന്നും ഇഷ്ടമില്ല, ഇടയ്ക്കൊക്കെ. അപ്പം അങ്ങനെ ഒരു മോഹം തോന്നി. അതുകൊണ്ട് വീട്ടിൽ വന്ന് ചക്കയൊക്കെ പറിച്ച് ഞാനും മമ്മിയും കൂടെ അടുത്തുകയാണ്. ഇത് മുഴുവൻ എനിക്ക് കൊണ്ടുപോകാനല്ല കേട്ടോ, അവിടെ എടുക്കാനും എനിക്ക് കൊണ്ടുപോരാനൂടെയാണ്. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നു ചക്കയൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് ചക്കപ്പഴവും കൂടി കിട്ടിയായിരുന്നു. ഒരു ചക്ക പഴുത്തതുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് ഭാഗവും കൂടി കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പം ഇല എടുക്കാനായിട്ട് പോകുന്നതാണ്, കുമ്പിളില എടുക്കാനായിട്ട് പോകുന്നതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഏലകൃഷി ആയതുകൊണ്ട് എരം പിറക്കി കളയും. ചോട്ടിൽ നിൽക്കുന്ന ഇലയെല്ലാം നമ്മളിങ്ങനെ അറുത്തറുത്ത് കളയും. അതുകൊണ്ട് തുഞ്ചത്താണ് ഇലയൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തോട്ടിയൊക്കെ ആയിട്ട് പോയി ഇല ഒക്കെ മുറിച്ചെടുത്തു. ഈ ഇല ഫുള്ളൊന്നും എനിക്ക് വേണ്ട കേട്ടോ. ഇതിൽ നിന്ന് നല്ല ഇല നോക്കി സെലക്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി നമ്മളെടുക്കും. അങ്ങനെ ആവശ്യത്തിനുള്ള ഇല ഇച്ചിരി എടുക്കാൻ റിസ്ക് ആയിരുന്നു, മണ്ടലായതുകൊണ്ട് തോട്ടിയിട്ട് പിടിച്ചെടുക്കണമായിരുന്നു. അപ്പം എനിക്ക് കൂട്ടുവന്ന ആൾ തിരിച്ച് തോട്ടിയൊക്കെ ചുമന്ന് വരുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി റവ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും റവയാണ് താല്പര്യം. ഇച്ചിരി താല്പര്യക്കുറവുണ്ടെങ്കിൽ അതെനിക്ക് മാത്രമേ ഉള്ളൂ റവയോട്. അപ്പം റവ വറുത്തെടുക്കണം, പച്ചറവയാണിത്, വറുത്തെടുക്കണം. ഇത് ചക്കപ്പഴം, ആവശ്യത്തിനുള്ള ചക്കപ്പഴം അരച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ ജീരകം, ഏലക്കാപ്പൊടി, ആവശ്യത്തിനുള്ള തേങ്ങ, ശർക്കരപ്പാനി, ഇത്രയും സാധനങ്ങൾ വറുത്ത റവയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരിക്കും കേട്ടോ. വെള്ളം വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ, എങ്കിലേ റവയ്ക്ക് മയം കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ശർക്കരപ്പാനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ, അതൊഴിച്ചിട്ട് ചക്കപ്പഴവും കൂടി ചേർത്ത് കഴിയുമ്പോൾ മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി കുമ്പിളപ്പം അടുപ്പേൽ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതിൻ്റെ ആവി ഇങ്ങ് വരുമ്പോഴത്തേനും നമ്മുടെ പെരക്കകത്തെല്ലാം നല്ല കുമ്പിളപ്പത്തിൻ്റെ മണമാണ്. ആ മണം കേട്ടാൽ മതി വയറ് നിറയും കേട്ടോ. അപ്പം ആ മണം ഇഷ്ടമുള്ളവർക്ക് അറിയാം. അപ്പം നമ്മുടെ കുമ്പിളപ്പം സ്വാദിഷ്ടമായത് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പം നമുക്കിന്ന് 4 മണിക്ക് കുമ്പിളപ്പവും ചായയുമാണ്. അപ്പം ഇനിയിപ്പോൾ ചായയും കുമ്പിളപ്പവും ഒക്കെ നമുക്ക് കഴിക്കാം. അതിനുശേഷം അടുത്ത പരിപാടികൾ എനിക്ക് കിടക്കുകയാണ്. നമ്മുടെ ബാക്കി ചക്ക ഇരിക്കുന്നു, അത് നമുക്ക് വേവിക്കണം. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വറക്കാനായിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, അത് റെഡിയാക്കണം.